ചലച്ചിത്ര ലോകത്തു നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സിനിമ ടാക്കീസ് ആരംഭിക്കുന്നു. സർവം മായ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് സർവമായ. നിവിൻ പോളി തൻ്റെ പഴയ രീതിയിൽ തന്നെ, അതായത് ഒരു സേഫ് ആൻഡ് കംഫോർട്ട് സോണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഒരു നല്ല തിരക്കഥ തന്നെയാണ് ഈ ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല മേക്കിംഗ് കൂടെയാണ് ഈ ചിത്രം. ഒരു കോമഡി ഹൊറർ ചിത്രം കൂടിയാണിത്. നിവിൻ പോളി പ്രേമേന്ദു എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രേമേന്ദു പൂജാ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടിയിലാണ് ഏർപ്പെടുന്നത്. അവിടെ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചിത്രത്തിൽ മറ്റ് അഭിനേതാക്കൾ എന്ന് പറയുന്നത് അജു വർഗീസ്, ജനാർദ്ദനൻ, രഘുനാഥ് പലേരി, റിയ ഷിബു, പ്രീതി മാധവൻ തുടങ്ങിയവരാണ്. അജു വർഗീസ് നിവിൻ പോളി കോംബോ തന്നെയാണ് ഈ ചിത്രത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പഴയകാല നിവിൻ പോളി അജു വർഗീസ് ചിത്രങ്ങളെ പോലെ തന്നെ കോമഡിയൊക്കെ അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അജു വർഗീസ് രൂപേഷ് എന്ന പൂജാരിയായിട്ടാണ് എത്തുന്നത്. രൂപേഷിന്റെ പരികർമ്മിയായിട്ടാണ് നിവിൻ പോളി ഈ ചിത്രത്തിൽ എത്തുന്നത്. ജനാർദ്ദനൻ ഇതിനകത്ത് ഒലിച്ചൻ റോളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. പുള്ളി ചെയ്തിരിക്കുന്ന ബീജിയവും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന് ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ശരൺ വേലായുധനാണ് ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് നല്ല ഫ്രെയിം തന്നെയാണ് ഇതിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. റിയ ഷിബു ആണ് ഈ ചിത്രത്തിന്റെ നട്ടല് എന്ന് പറയുന്നത്. റിയ ഷിബു ചെയ്ത കഥാപാത്രം ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു നാടൻ പശ്ചാത്തലത്തിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. പഴയകാല സത്യനന്ദിക്കാട് ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അഖിൽ സത്യൻ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറാണ് ഈ ചിത്രത്തിന്റെ ദൈർഘ്യം. എനിക്കിത് ഈ ചിത്രം കണ്ടപ്പോൾ യാതൊരു ലാഗും തോന്നിയില്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു മസ്റ്റ് വാച്ച് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണിത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു സിനിമ ശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.